പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തു വരുന്നത് എന്ന കാര്യം വളരെ ശരിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വ്യക്തി താല്പര്യം മാത്രം മുൻനിർത്തി റഷ്യയോട് കൂട്ടുവേണ്ട എന്ന് ഇന്ത്യ അടക്കം 3 രാജ്യങ്ങളോട് കൽപ്പിച്ചിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. നിലവിൽ റഷ്യയിൽ നിന്നാണ് രാജ്യം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള US നീക്കം ഇന്ത്യക്കിപ്പോൾ വലിയ വെല്ലുവിളി തന്നെയാണ് തീർത്തിരിക്കുന്നത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്താൽ ഇന്ത്യക്ക് മേൽ 100% ചുങ്കം ചുമത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി. യുക്രൈൻ വെടിനിർത്തലിന് റഷ്യ തയ്യാറാവാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് നിലച്ചാൽ ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടി തന്നെയാകും. സ്വാഭാവികമായും പഴയതുപോലെ മധ്യപൂർവ്വ ദേശങ്ങളെ ക്രൂഡ് ഓയിലിനായി ഇന്ത്യക്ക് കൂടുതലായും ആശ്രയിക്കേണ്ടി വരും. ഇവിടെ നിന്നുള്ള ഇറക്കുമതി ചെലവ് ഏറെയാണെന്നതിനാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ പ്രഹരമായിരിക്കും. ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി ഒരു എണ്ണപ്പാടത്തിനെ കുറിച്ച് ഇന്ത്യ ചിന്തിച്ചത്. ആൻഡമാൻ ദ്വീപിന് സമീപമുള്ള കടലിൽ വമ്പൻ എണ്ണപ്പാടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 1,84,440 കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ ശേഷിയുള്ള എണ്ണപ്പാടത്തിന്റെ പര്യവേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ എണ്ണ പര്യവേഷണ കമ്പനികളായ ONGCയും ഓയിൽ ഇന്ത്യ ലിമിറ്റഡും ആൻഡമാൻ ബ്ലോക്കുകളിൽ പ്രാഥമിക പര്യവേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സാന്നിധ്യം കണ്ടെത്താനായി കാത്തിരിക്കുകയാണ് ഇരു കമ്പനികളും. നിലവിൽ ONGCക്ക് ആൻഡമാൻ തടത്തിൽ 2 ഡീപ്പ് അൾട്രാ ഡീപ്പ് വാട്ടർ ബ്ലോക്കുകളും അതുപോലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന് 2 ആഴം കുറഞ്ഞ ജലപാതകളും മാത്രമാണുള്ളത്. കമ്പനികൾ 2023 തന്നെ തങ്ങളുടെ ബ്ലോക്കുകളിൽ ഭൂഗർഭ സർവേകൾ പൂർത്തിയാക്കുകയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈഡ്രോ കാർബൺ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെയുള്ള 2.49 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിലെ 2.17 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും പഠനം നടത്തിയിട്ടുണ്ടെന്നും 21,063 ചതുരശ്ര കിലോമീറ്റർ നിലവിൽ പ്രവർത്തനക്ഷമമാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 85% നിലവിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 50% പാചകവാതകവും. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം 28.7 ദശലക്ഷം മെട്രിക് ടണ്ണായി കുറഞ്ഞു എന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുൻവർഷം ഇത് 29.4 ദശലക്ഷം മെട്രിക് ടൺ ആയിരുന്നു. എന്നാൽ ഇക്കാലയളവിൽ ഇന്ധന ഉപഭോഗം കുത്തനെ കൂടിയിട്ടുമുണ്ട്. ഉപഭോഗം ഉയരുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നതാണ് നിലവിലെ പ്രതിസന്ധി. എണ്ണ പരിവേഷണത്തിനുള്ള പദ്ധതികൾ ഊർജ്ജമാക്കുകയാണ് രാജ്യം. 2025 പരിവേഷണത്തിനുള്ള സ്ഥലത്തിന്റെ അളവ് 0.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായും 2030 1 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായും ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ OILP റൗണ്ടിൽ 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കൂടി പര്യവേഷണത്തിനായി തുറന്നിട്ടുമുണ്ട്. അതേസമയം ആൻഡമാൻ കടലിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അത് രാജ്യത്തിനെ സംബന്ധിച്ച് വലിയ കുതിപ്പായിരിക്കും നൽകുക. സ്വന്തം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ രാജ്യത്തെ എണ്ണവിലയും കുത്തനെ കുറയും. അത്തരമൊരു കണ്ടെത്തൽ $3.7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും $20 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്താൻ രാജ്യത്തെ സഹായിക്കുമെന്ന് മുൻപ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു.